എലിസ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കക്ക കുക്ക് ചെയ്യാൻ പോവാണ് കേട്ടാ. അപ്പോൾ ഈ കക്ക ഏതാണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച കക്ക വാരാൻ പോയിരുന്നില്ലേ. അപ്പോൾ കക്ക വാരിയല്ലായിരുന്നു അന്ന് ചെയ്തത്, കക്ക പെറുക്കിയാണ് കേട്ടോ എടുത്താൽ. അപ്പോൾ ആ പെറുക്കി എടുത്തുകൊണ്ട് വന്ന നമ്മുടെ കക്കയാണിത്. അപ്പോൾ ഈ കക്ക നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പോയപ്പോൾ ഇല്ലേ ശരിക്കും പ്രതീക്ഷിച്ച് വെച്ചത് ഈ കക്ക ചെറിയ കക്കയായിരിക്കും. അപ്പോൾ ഇങ്ങനെ കപ്പയും കക്കയും ഇട്ട് കുഴക്കാമെന്ന് ഓർത്ത് വെച്ചേട്ടാ. അപ്പം അങ്ങനെ കുഴക്കണമെങ്കിൽ ചെറിയ കക്കയാണ് നല്ലതേ. പക്ഷേ ഇപ്പോൾ ഏതായാലും കിട്ടിയപ്പോൾ വലിയ കക്കയാണ് കേട്ടോ. കാണാനും മാത്രം ഉണ്ട്, അപ്പോൾ അത്രയ്ക്ക് വലിയ കക്കയാണ്. അപ്പോൾ ഈ കക്ക നമുക്ക് ഫ്രൈ ചെയ്യണതായിരിക്കും കൂടുതൽ നല്ലതെന്ന് തോന്നണേ. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഈ സമയത്താണെങ്കിൽ നല്ലൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് നമുക്ക് കക്ക ഫ്രൈ, മഴയത്തിരുന്ന് കക്ക ഫ്രൈ കഴിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പക്ഷേ കുക്ക് ചെയ്ത് കഴിഞ്ഞാലേ നല്ലതായിരിക്കും എന്നറിയാൻ പറ്റുള്ളൂ. ഏതായാലും നമുക്ക് കുക്ക് ചെയ്തിട്ട് വരാം. ഇപ്പം നമ്മൾ ആദ്യം തന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് ചട്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കക്ക ഒന്ന് ആദ്യം ആ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടൊന്ന് കോരിയെടുക്കണേ. അപ്പോൾ അതായത് അതിൻ്റെ കാടി ഒന്ന് പോകുമെന്നാണ് പറയണത്. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും ഒന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് ആദ്യം ഒന്ന് ഈ കക്ക തിളച്ച വെള്ളത്തിലിട്ട് വാരിയെടുക്കാവേ. നമ്മൾ സാധാരണ കക്ക വീട്ടിൽ വാങ്ങിക്കുമ്പോൾ ഇല്ലേ ശരിക്കും ഒരു അഴുക്ക് ഉണ്ടാകാറുണ്ട്. അതായത് ഇങ്ങനെ ഒരു കറുത്ത പാടുണ്ടാകാറുണ്ട്. അത് ഇങ്ങനെ നെക്കി കളയണം, അപ്പോഴത് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ കക്ക നമ്മളന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ നോക്കിയപ്പോൾ ഇല്ലേ ശരിക്കും ഒട്ടും ഇല്ല കേട്ടോ. അങ്ങനെ കറുത്ത പാടെ ഈ കക്കയിൽ വന്നിട്ടില്ല. അപ്പം അപ്പയും ഞാനൊക്കെ കൂടി പറയണായിരുന്നു എന്താ സംഭവം എന്നൊരു പിടുത്തവും ഇല്ല. എനിക്ക് തോന്നണം ഞങ്ങൾ അവിടെ ഇങ്ങനെ വാരാൻ പോയപ്പോൾ അവിടുത്തെ മണ്ണ് നല്ല വെള്ള മണ്ണായിരുന്നേ. എനിക്കൊന്നും ഇനി അതിൻ്റെ ആണെന്ന് അറിയാൻ പാടില്ല. എന്താ സംഭവം എന്നൊരു പിടുത്തവും ഇല്ല. നല്ല ഫ്രഷ് കക്കയാണ് നമുക്ക് കിട്ടിയേക്കണത്. ഇപ്പം അതെ നമ്മുടെ കക്ക ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിത് കോരിയെടുക്കാവേ ഈ കക്ക. ഇനി നമ്മൾ ഈ കക്ക ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം അതിനായിട്ട് ഇതേ കക്ക ഇങ്ങനെ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇടുവാണ് നമ്മളിപ്പോൾ വേവിക്കുമ്പോൾ തന്നെ കേട്ടോ. ഇതും കൂടി ഇട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. നമുക്ക് കുറച്ച് നേരം വെന്തോട്ടെ ഇതിങ്ങനെ ഇരുന്നേ. ഇതേ ഇപ്പം നമ്മുടെ കക്ക നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ച് ഇപ്പോൾ അതെ വേകാറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം വറ്റണ വരെ ഒന്ന് ഇരിക്കട്ടെ കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയൊക്കെ നോക്കാവേ. ഇതേ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ചീനച്ചട്ടിയാണ് കേട്ടോ എടുത്തത്. ഇതേ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടേ. ഈ സമയത്ത് ആദ്യം തന്നെ നമ്മൾ വെളുത്തുള്ളിയാണ് കേട്ടോ ഇടാൻ പോണം. വെളുത്തുള്ളി ഇത്തിരി കാര്യമായിട്ട് കിടക്കട്ടെ കേട്ടോ. ഇത് കൂടുതലുണ്ടെങ്കിൽ നല്ലതാണ്. വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റൊക്കെ തന്നെ നല്ലതാണ് കേട്ടോ. വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് സവോളയും കൂടി ഇട്ടേക്കാവേ. ഒപ്പം തന്നെ നമ്മൾ ഇത്തിരി തേങ്ങാക്കൊത്തി ഇടണുണ്ടേ. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ടേക്കാം കേട്ടോ. ഇതേ അപ്പം നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുവാണേ. കൂടെ തന്നെ ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് അത്യാവശ്യം ഒന്ന് മുരിച്ചെടുത്തേക്കാവേ. അപ്പം നമ്മുടെ കക്കയ്ക്ക് ഇട്ടിട്ടുണ്ട് ഉപ്പ്. അപ്പോൾ ഇതിന് ഈ സവോളയ്ക്കൊക്കെ ഉള്ള ഇത്തിരി ഉപ്പ് മതി കേട്ടോ. ഏകദേശം ലൈറ്റും ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ അതെ ഒരു സ്പൂൺ മുളക് പൊടി ഇടണുണ്ടേ. ഒരര സ്പൂൺ മസാലപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുവാണേ. മസാലയൊക്കെ ഒന്ന് മൂത്ത് നല്ല ഈ പച്ച മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കക്ക അരച്ചിട്ട് കൊടുക്കാവേ. ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുവാണേ. അപ്പോൾ ഈ സമയത്തിൽ ഇങ്ങനെ ഇടക്കിടക്ക് ഓരോ പൊട്ടലൊക്കെ കേൾക്കണുണ്ട് കേട്ടോ. ശരിക്കും ഇങ്ങനെ കക്ക ഇങ്ങനെ മുരിഞ്ഞു വരണതിൻ്റെ ആ പൊട്ടൽ കേൾക്കാറുണ്ട് എപ്പോഴും. ഈ സമയത്ത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തേക്കാവേ. എണ്ണയും കൂടി ചെന്നപ്പോൾ നല്ലൊരു മണമൊക്കെ വരണുണ്ടേ. ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുവാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് ഫ്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ. നന്നായിട്ട് ഫ്രൈ ആകുന്നവരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് കാര്യമായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുവാണ്. ഇത് പൊട്ടി തെറിക്കുക. ഏതായാലും ഇത്രയും വലിയ കക്ക നമുക്ക് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഇത് നമ്മുടെ കക്ക നന്നായിട്ട് മൊരിയാൻ തുടങ്ങിയിട്ട് ഈ സമയത്ത് നല്ല അടിപൊളി മണമൊക്കെ വരണുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. നമുക്ക് കഴിക്കാനായിട്ടൊരു ആകാംക്ഷ ഇങ്ങനെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക. ദേ അപ്പം നമ്മൾ എല്ലാ സാധനവും സെറ്റാക്കിയിട്ടുണ്ട്. ശരി ശരി.
ഇപ്പം എല്ലാം എന്താ നമ്മുടെ കക്ക റെഡി ആയിരിക്കുവാണ്. നല്ല ഫ്രൈ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും വർത്താനം പറയണതിനിടയ്ക്ക് ഫൈന്ന് വെള്ളം വരുന്നുണ്ട്. ഏതായാലും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ആദ്യം അമ്മച്ചി ടെസ്റ്റ് ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് മക്കള്. എങ്ങനെയാ ഒരു പാവം മറ്റേ നല്ലാണ്ടാന്ന് പറഞ്ഞതേ. നീയാച്ചുവേ അടിപൊളിയാണോ? സത്യമാണല്ലോ. നീ അടുത്തത് ചേട്ടൻ. ഒരെണ്ണം വെച്ച് എടുക്കാനുണ്ട്, അത്രയ്ക്ക് വലിയ സംഭവം. ഭയങ്കര വലുതായതുകൊണ്ട്. കഴിച്ചു നോക്ക്. ഇനി ഞാൻ കഴിച്ചു നോക്കട്ടെ ഏട്ടാ. എങ്ങനെയുണ്ട്? എന്താ ഈട് പറഞ്ഞ സൂപ്പറാണ്. ഏതായാലും ഞാൻ കഴിച്ചു നോക്കട്ടെ. ആദ്യം നമുക്ക് കക്ക മാത്രമായിട്ട് കഴിച്ചു നോക്കാവേ. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റോ. ഇത്ര വലിയ കക്ക ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അടിപൊളിയേ, അടിപൊളിയല്ലേ? ശരിക്കും സൂപ്പറാ. അപ്പൊ ഞാൻ രണ്ടാമതെ കഴിച്ചു നോക്കാൻ പോവാണ്. അതിന് ഞാനൊരു തേങ്ങാക്കൊത്തും കൂടി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അടിപൊളി. കേൾക്കൂലേ? നമ്മളിപ്പോ ഓത്തറച്ചേക്കൊക്കെ ഇല്ലേ, ആ ഒരു ശൈലിയൊക്കെ ഇല്ലേ? നല്ല ഓത്തറച്ചേക്ക് പോലെ അടിപൊളിയാണ്. അതെ, സൈസും അത്രയും തന്നെയുണ്ട്. ഈ കൂട്ടത്തിൽ സവാളയും കൂടി വെക്കുമ്പോഴല്ലേ എൻ്റെ ഒരു ടേസ്റ്റ് അല്ലേ? ഞാൻ ഇത്ര നേരം സവാള വെച്ച് കഴിച്ചു നോക്കില്ല. സവാളയും വേപ്പിലയൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ഒരു സൂപ്പർ മിക്സ് ഉണ്ടാക്കട്ടെ. നമ്മൾ സവാളയും കക്കയും വേപ്പിലയൊക്കെ കൂടി ഇട്ടൊരു അടിക്കട്ടെ. എന്റെ അമ്മ ലെവല് മാറി. നമ്മൾ വെറുതെ കക്ക കഴിക്കണ പോലെ അല്ല കേട്ടോ. ഈ വേപ്പില സവാളയൊക്കെ ചെല്ലുമ്പില്ലേ ഭയങ്കര ടേസ്റ്റാ. നമുക്ക് എങ്ങനെ ടേസ്റ്റ് നോക്കിയാൽ അടിപൊളിയാ. കഴിച്ചു നോക്കിയാ നമുക്ക് എങ്ങനെ കഴിച്ചു നോക്കിയാ സവാളയൊക്കെ വെച്ച്. അയ്യോ എന്നാ ടേസ്റ്റാണ് സവാളയൊക്കെ വെച്ച് കഴിക്കുമ്പോൾ. അടിപൊളിയാണേ. ശരിക്കും ഇല്ലേ ഈ സമയത്ത് നമ്മുടെ അപ്പയമ്മയും വേണ്ടതായിരുന്നു കേട്ടോ. അവർ നമുക്ക് ആ സമയത്ത് പൊളിക്കണ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇല്ലേ അത് കഴിഞ്ഞപ്പോൾ മഴയായിപ്പോയി. മഴ വന്നപ്പോൾ നമുക്കൊക്കെ വീട്ടിൽ പോകണമായിരുന്നു. അങ്ങനെ അവർ പോയത് കൊണ്ടുള്ള ഒരു സങ്കടം തോന്നുന്നുണ്ട്. ഏതായാലും നമുക്കിത് എത്തിച്ചു കൊടുക്കാൻ നോക്കാട്ടോ. എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് അവരും അറിയണ്ടേ. പൊളിക്കാനൊക്കെ കൂടിയല്ലേ അവർ. അപ്പോൾ ആ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞില്ലെങ്കിൽ അപ്പൊക്കൊക്കെ ഒരു സങ്കടമായിരിക്കും. ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ശരിക്കും. ഇതേ അപ്പം നമ്മുടെ മക്കൾ രണ്ടുപേരും കൂടി ഭയങ്കര ഇൻട്രസ്റ്റിലാണ് കേട്ടോ കഴിക്കണം. അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. ഏതായാലും നമ്മളിപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണേ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്നതിന് നന്ദി, എല്ലാവർക്കും നന്ദി. ഇനി ഇതിലും നല്ലൊരു വെടിച്ചില് വീഡിയോ ആയിട്ട് വീണ്ടും വരുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ എൽസ ജോമി. എല്ലാവരും കൂടി ഒരു സൈനിങ് ഔട്ട് പറഞ്ഞേ. സൈനിങ് ഔട്ട്.